ഹായ് ഓൾ, എച്ച്.ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് റമദാൻ മാസം ഒക്കെ ആവാനായല്ലേ. ഇതാന്ന് പറഞ്ഞ് റമദാൻ മാസം തുടങ്ങാനായി നിൽക്കുകയാണ്. അതിന് മുമ്പായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഈ പ്രാവശ്യത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും നന്നായിട്ട് കാണാം. നിങ്ങൾക്കും ചില ഐഡിയാസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലോ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് അതൊക്കെ ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് എൻജോയ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഈ റൂമാണ് ഫസ്റ്റ് ക്ലീൻ ആക്കി എടുക്കാൻ പോകുന്നത്. കാരണം മൊത്തമായിട്ടൊന്ന് ഡേർട്ടി ആയി കിടക്കുകയാണ്. എല്ലാം അവിടെയും ഇവിടെയും ആയിട്ടാണുള്ളത്. മോൻ്റെ ടോയ്സും എല്ലാം അവിടെയും ഇവിടെയും കിടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലെടുത്തിട്ടൊന്ന് ഡസ്റ്റ് ചെയ്യണം, തുടയ്ക്കണം, എന്നിട്ട് വീണ്ടും ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ഡേ ആണ്. അപ്പോൾ ഇജുക്ക വീട്ടിലുണ്ട്. മോനും ഇജുക്ക എണീച്ചിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ വേഗം തന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീച്ചതാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ ഈ റാക്കിലുള്ള എല്ലാം എടുത്ത് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മൊത്തത്തിൽ നനച്ചു തുടയ്ക്കാൻ പോവുകയാണല്ലോ. പിന്നെ അതേപോലെ മുകളിലുള്ള പൊടികളൊക്കെ ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ റൂം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. ഈ റൂമിലുള്ള എല്ലാ പണികളും ഇപ്പം തന്നെ കംപ്ലീറ്റ് ആവില്ല. കാരണം ജനൽ തുടയ്ക്കുക അതൊക്കെ ഞാൻ ഒരുമിച്ചിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഉള്ള ഫാന് ഞാൻ തന്നെ തുടച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു ബെഡ് ഉണ്ട്. അപ്പോൾ ഈ റൂമിലുള്ള ഫാന് തുടയ്ക്കാൻ നല്ല ഈസിയാണ്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങോട്ട് തുടച്ചാൽ മതി. പിന്നെ ഞാൻ ഈ റാക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ മുകളിലുള്ള എല്ലാ ഐറ്റംസും പുറത്തേക്ക് എടുത്തത് അതിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ പോക്കിയിട്ട് വീണ്ടും അതിൻ്റെ അകത്തേക്ക് വെക്കുകയാണ്. ഇത് മുൻപ് ഈ റാക്കിൻ്റെ അകത്ത് ഇല്ലാത്ത കേട്ടോ ഈ ചെടി, മണി പ്ലാന്റ്. പിന്നെ എനിക്ക് അവിടെ ഇവിടെയും ചെടി കൊണ്ടുവെക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ കിച്ചണിൽ മുമ്പ് ഉണ്ടായിരുന്നതാണിത്. അതിനെ ഞാൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഓവൻ്റെ അടുത്ത്. അങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി വെച്ച് നോക്കുകയാണ്. ഇതൊരു ബുക്ക് ഇജുക്ക വാങ്ങി തന്ന കേട്ടോ, പാചകത്തിൻ്റെ. അപ്പോൾ അത് ആദ്യം വാങ്ങി തന്നതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പം ഇങ്ങനെ കാണാം. അതേപോലെ മോൻ വരച്ച പെയിൻറ്റിങ്സ് ആണ്. ഇത് നല്ല ഭംഗിയില്ലേ. ചെറുതാകുമ്പോൾ വരച്ചതെന്ന് പറഞ്ഞാൽ അവന് പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു. പക്ഷെ ഞാനിങ്ങനെ എടുത്തു വെക്കും. അങ്ങനെ ആ റൂം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ആ റൂമിൻ്റെ ഈ വക കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനിതാ ഡൈനിങ്ങിലുണ്ടായിരുന്ന കാർപ്പറ്റ് ഉണ്ടല്ലോ, അതൊന്ന് പൊടി തട്ടിയിട്ട് വെയിലത്തിടാണ്. അത് വാഷ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ മോൻ എണീച്ചിട്ടുണ്ട്. അപ്പം അവരെണീച്ചാലാണല്ലോ കർട്ടനൊക്കെ അഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനിപ്പോൾ കർട്ടൻ അഴിക്കാൻ നിന്ന് അവർ ഉണർന്നും പോകുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ കർട്ടനൊന്നും അഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ മോനാണ് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനിങ്ങനെ അഴിക്കുന്നതൊക്കെ കണ്ടിട്ട് ഓടി വന്നാണ്. അമ്മനെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവൻ തന്നെ കയറിയിട്ട് ഇതൊക്കെ മൊത്തമായിട്ട് അഴിച്ചു തരും. എനിക്കിപ്പോൾ അതിൻ്റെ മുകളിലുള്ളത് അഴിക്കാൻ കഴിയില്ല. അപ്പം അവൻ വന്ന് ഹെൽപ്പ് ചെയ്തതാണ്. അത് മൊത്തത്തിൽ മോൻ തന്നെ അഴിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ കാര്യമായിട്ട് ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താ പറയുക, പഴവും എഗ്ഗും പുഴുങ്ങി വെച്ചതും പിന്നെ നൂൽപുട്ടും. അതും നൂൽപുട്ട് തേങ്ങാപ്പാലുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് കഴിയും. ഇങ്ങനത്തെ എന്തെങ്കിലും പണികളുള്ളാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കല്. പിന്നെ ഉച്ചയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ട് എല്ലാവരും രാവിലെ തന്നെ പണിക്കിറങ്ങിയിരിക്കുകയാണ്. ഇജുക്കാക്കും ഇന്ന് മുറ്റത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഇതാ ഓരോ ഭാഗത്തുള്ള കർട്ടനും ഞാൻ അഴിച്ചെടുക്കുകയാണ്. ബെഡ്റൂമിലത് അഴിച്ചിട്ടുണ്ട്, ഈ റൂമിൽ അഴിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ സിറ്റ് ഔട്ടിലെയും കിച്ചണിലെയും എല്ലാം അഴിച്ചിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാണ്. ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തന്നെയാണ് കർട്ടന് വാഷ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ കാർപ്പറ്റ് ഉണ്ട്, നമ്മുടെ മാറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ബക്കറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ച് കഴിഞ്ഞിട്ട് ഇജുക്കയെ ആസ് ചെയ്താൽ മുറ്റത്ത് ഇവിടെ ക്ലീൻ ആക്കാനുള്ള പരിപാടിയിലാണ്. അവിടെ ഒന്ന് ലെവൽ ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അവർ രണ്ടാളും അതിനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ക്യാപ്പൊക്കെ ഇട്ടിട്ട് മോന് മുന്നേ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ നനച്ചോളാം, ഞാൻ ഹെൽപ്പ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറേയൊക്കെ നല്ല രസമാണ്. പിന്നെ കരച്ചിലും കാര്യങ്ങളൊക്കെ അതും ഉണ്ടാവും.
അപ്പോൾ അതങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഞാൻ പിന്നെ അകത്ത് കയറിയിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പം ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ആ ഓഫീസ് റൂം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കർട്ടന്, റഗ്, മാറ്റ് എല്ലാം എടുത്തിട്ട് അലക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. കാർപ്പറ്റൊക്കെ അതേപോലെ തന്നെ വെയിലത്തിട്ടും വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യലാണ് ഇന്നത്തെ അടുത്ത പ്രധാന പരിപാടി. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള എല്ലാം എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇടുന്നു, യൂഷ്വലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഈ എന്താ പറയുക, ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ഓരോ ഷെൽഫും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് സാധാ നമ്മുടെ ലിക്വിഡ്, ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ടിട്ട് ഒന്ന് തേച്ച് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ തുടച്ച് വെക്കുകയാണ്. അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് തുടയ്ക്കുകയാണ് നല്ലൊരു ക്ലോത്ത് കൊണ്ട്. ആദ്യം തന്നെ ഫ്രീസറാണ് ആദ്യം ക്ലീൻ ചെയ്യല്, അല്ലെങ്കിൽ പിന്നെയും നമ്മൾ ഫ്രീസർ ക്ലീൻ ചെയ്യുമ്പോൾ താഴത്തേക്കൊക്കെ അതിൻ്റെ ഇത് ഉറ്റാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് അകത്തേക്ക് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം അതിൽ തന്നെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഓരോന്നായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക്. ഫ്രിഡ്ജിൻ്റെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തിരിച്ച് അതേപോലെ തന്നെ വെക്കുക. പിന്നെ ഇതാ ഞാൻ പച്ചമുളകും അങ്ങനത്തെ ഒക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് എങ്ങനെയാണെന്ന് മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാ ഒന്നും കൂടെ ഈ വീഡിയോയിലുണ്ട്. ഗ്ലാസ് ജാറിലാണ് ഞാൻ പച്ചമുളക് സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ താഴെ, ഒരു ടിഷ്യൂ പേപ്പറിനെ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് താഴെയും മുകളിലും ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യാം. പിന്നെ അതേപോലെ ഉള്ളത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. നല്ല ജ്യൂസി ആയിട്ട് തന്നെ അത് കിട്ടും. അതേപോലെ തന്നെ ക്യാരറ്റ്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇനിയും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊന്നും ഒരു രീതിയിൽ നമുക്ക് മോശമായി, എന്താ പറയുക, ഈ പച്ചക്കറികൾ മോശമായി പോവില്ല, ചീത്തയായി പോവില്ല. അതേപോലെ ക്യാരറ്റൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പായിട്ട് തന്നെ അത് അവിടെ ഇരിക്കും കുറേ കാലം. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വാടിപ്പോവില്ല. പിന്നെ 2 എക്സ്ട്രാ ഉണ്ടായിരുന്നു ഈ ഇതിൽ കൊള്ളാത്തത്, അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചതായിരുന്നു. ഇങ്ങനെ എല്ലാം വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് തന്നെ കൊണ്ടുവച്ച് ക്ലീൻ ആക്കിയിട്ട്. ഈ ഗ്ലാസ് ജാറിൽ ഞാൻ വെക്കാറുള്ളത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ പീൽ ചെയ്തിട്ടില്ല, പീൽ ചെയ്തിട്ട് അതിൽ വെക്കണം. ഇത് പയർ നല്ലോണം തുടച്ചിട്ട് ഇതേപോലെ ആക്കി വെക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ലഞ്ച് കഴിക്കുന്നത്. പെട്ടെന്ന് ലഞ്ച് കഴിക്കാം കേട്ടോ. 12 മണിയായപ്പോൾ നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ട്. കാരണം രാവിലെ ഞാൻ പറഞ്ഞിട്ടില്ലേ, കാര്യമായിട്ടുള്ള ഒന്നുമല്ല കഴിച്ചത്. അതേപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ നല്ല പണിയെടുത്തതല്ലേ, അപ്പോൾ നല്ല വിശപ്പും ഉണ്ടാവും. അതുകൊണ്ട് ചിക്കൻ ചോറാണ് ഞാനിന്ന് ആക്കിയത്. അത് പെട്ടെന്ന് ആക്കിയിട്ട് നമ്മളിതാ ചോറ് കഴിക്കാൻ പോവാണ്. ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. അതേപോലെ തന്നെയാണ് ചെമ്മീന് പകരം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാൽ മതി. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ അധികവും ലഞ്ച് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യല്. അങ്ങനെ ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇജുക്ക അതാ മുറ്റത്തേക്ക് പോയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം അത് മിക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് ചെയ്യാനൊന്നും നിൽക്കാൻ പറ്റില്ല, അതെന്താ ഉണങ്ങി പോകും എന്നൊക്കെ പറയും. അങ്ങനെ അവർ വീണ്ടും അതിൻ്റെ പണിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കിച്ചണിലേക്ക് ഫ്രിഡ്ജിൻ്റെ പരിപാടി ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇലകൾ, അത് ഞാൻ ഈ കണ്ടെയ്നേഴ്സിലാണ് സ്റ്റോർ ചെയ്യലുള്ളത്. ഇത് മുമ്പ് എന്തോ ഒരു സോൻ പാപ്പടി വാങ്ങിച്ചപ്പം കിട്ടിയ ഒരു കണ്ടെയ്നറാണ് കേട്ടോ. അത് പിന്നെ ഞാനിതാ കറിവേപ്പിൻ്റെ ഇല വെക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തതാണ്. ഞാൻ ആദ്യം ഇതൊക്കെ കൂടി ഒരുമിച്ച് വെക്കായിരുന്നു ഒരു ബോക്സിൻ്റെ അകത്ത്. പക്ഷെ അത് പിന്നെ എനിക്ക് വർക്കാവുന്നില്ല. കുറച്ചും കൂടെ കിട്ടാൻ ഇങ്ങനെ വേറെ വേറെ വെക്കുന്നതായിരിക്കും നന്നാവാൻ തോന്നി. അപ്പോൾ അങ്ങനെ ഇതാ ഇപ്പോൾ വേറെ വേറെ കണ്ടെയ്നേഴ്സിൽ വെക്കുകയാണ്. ഇതിൻ്റെ അകത്ത് മല്ലി ഇതാ, മല്ലിയൊക്കെ നന്നായിട്ടൊന്ന് അതിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മുകളിലും താഴെയും ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷ് ആയിട്ട് അത് അവിടെ ഇരുന്നോളും, കേടായി പോകുമൊന്നുമില്ല. അതേപോലെ തന്നെ അതാ പുതിന ഞാൻ വേറൊരു കണ്ടെയ്നറിൽ ഇതേപോലെ ഇട്ട് വെച്ചിരിക്കും. ഇത് ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ബോക്സ് തന്നെയാണ്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ 3 റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ
ഫ്രിഡ്ജിൻ്റെ ഡ്രോയറിലാട്ടോ വെക്കൽ. അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് എന്തോ ആയി പോകുന്ന പോലെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അതാ ഈ ഡ്രോയറിൻ്റെ അകത്ത് അത് വെക്കുക ചെയ്യലോ. അപ്പോൾ അത് 3 അതിൻ്റെ അകത്തായിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് ഒന്നുമില്ല, എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആക്കുന്നത് ഞാൻ റംദാൻ പ്രിപ്പറേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ മൊത്തം എല്ലാം തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആസിൻ്റെ ഇജിക്കാൻ്റെയും പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ജ്യൂസ് ആക്കിയിട്ടുണ്ട് സ്ട്രോബെറീൻ്റെ. പിന്നെ ഞാൻ ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇജിക്കാൻ്റെ ഹെൽപ്പും കൂടി വേണം ബാക്കി സ്ഥലത്ത്. കാരണം ഞാനൊരു ടേബിളിൻ്റെ മുകളിൽ ചെയർ വെച്ചിട്ടാണ് ക്ലീൻ ആക്കി എടുക്കൽ. അപ്പോൾ ഇതാ അങ്ങനെ പിടിക്കാനൊക്കെ വേണമല്ലോ, അല്ലെങ്കിൽ വീണു പോകില്ലേ. അത് കഴിഞ്ഞ് ഫാനിൻ്റെ ക്ലീനിങ് എല്ലാ ഭാഗത്തുള്ളതും കഴിഞ്ഞപ്പോൾ പിന്നെ അതാ ഇതേപോലെ എല്ലാ ജനലിൻ്റെ ഗ്രില്ലും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ പൊടി ഉണ്ടാവും. ഇടയ്ക്ക് ഞാൻ തുടച്ചു കൊടുക്കുന്നതാണ്, എന്നാലും അത് നന്നായിട്ടൊന്ന് കഴുകി സോപ്പൊക്കെ ആക്കിയിട്ട് എല്ലാ ഭാഗത്തും ഡീറ്റെയിൽ ആയിട്ട് തുടയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ നല്ല ഫാസ്റ്റാക്കി ഞാൻ കാണിക്കുന്നതാണുള്ളൂ. നല്ല ടൈം എടുത്ത് പതുക്കെ വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഈ ക്ലീനൊക്കെ ചെയ്യുന്ന സൊല്യൂഷൻ ഞാൻ മുമ്പ് കിച്ചൺ ടിപ്സിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വെള്ളത്തിൽ വിനെഗറും ഒലിവ് ഓയിലും എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ, ഞാൻ എസെൻഷ്യൽ ഓയിലിന് പകരം കംഫർട്ടാണ് യൂസ് ചെയ്യൽ. നല്ലൊരു മണവും ഉണ്ടാവും, അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീനായി എടുക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ, വിം ലിക്വിഡ്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ മൊത്തം ക്ലീനാക്കി എടുക്കൽ. ഞാൻ എല്ലാ ഗ്രില്ലും പിന്നെ നമ്മളെ കർട്ടൻ്റെ റെയിലുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്കൊക്കെ മാറാലുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ പൊടികളെല്ലാം തട്ടി കഴിഞ്ഞിട്ട് കർട്ടൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പം തന്നെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ടോ. പൊടികൾ തട്ടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ എന്നാലല്ലേ കർട്ടൻ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കർട്ടൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് അടിച്ചു വാരി തുടച്ചതോടെ ഇന്നത്തെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തെ ആയിട്ടാണ് ഞാൻ ക്ലീനിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഡേ. പിന്നെ കിച്ചൻ്റെ അകത്തുള്ള നമ്മുടെ മസാല ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.